ഹലോ നമസ്കാരം. മാസ്റ്റർ ബ്രെയിൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് മാസ്റ്റർ ബ്രെയിൻ പി എസ് സിയിൽ പറയുന്നത് ജിയോഗ്രഫിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ നദികൾ. ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. IR ഇന്ത്യൻ റിവേഴ്സ്. ഇതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഹിമാലയൻ റിവേഴ്സും പെനിസുല റിവേഴ്സും. ഇന്ത്യൻ ഉപദ്വീപിനെ ആശ്രയിച്ചാണ് ഹിമാലയത്തിനെ ആശ്രയിച്ചാണ് നദികളെ രണ്ട് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. ഗുജറാത്ത് മുതൽ ഈ അടുത്ത പോർഷൻ വരെയുള്ള സ്ഥലങ്ങളിലെ താഴോട്ടുള്ള സ്ഥലങ്ങളാണ് പ്രധാനമായി ഇന്ത്യൻ ഉപദ്വീപ് എന്ന് അറിയപ്പെടുന്നത്. മൂന്ന് വശങ്ങളും എന്താണ് കടലാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണ് പ്രധാനമായും ഇന്ത്യൻ ഉപദ്വീപ് എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ വിന്ധ്യ സാത്പുര നിരകൾ എന്ന് പറയുന്ന രണ്ട് പർവ്വതങ്ങളാണ് ഇവയെ ഇന്ത്യയിലെ തെക്കേ ഇന്ത്യ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യ എന്നും പറയപ്പെടുന്നത്. ഇത്തരത്തിലാണ് സംസ്കാരങ്ങൾ ഇന്ത്യയിലെ രണ്ട് സ്ഥലങ്ങളിലും ഉടലെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഉണ്ടാകുന്നത്. അതായത് പ്രധാനമായും ഈ ഒരു മലയിടുക്കുകളും അതേപോലെ തന്നെ ഈ മൂന്ന് കടലുകളുമാണ് ഇന്ത്യൻ ഉപദ്വീപിനെ പ്രധാനമായും പറയപ്പെടുന്നത്. ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് തീരം മുതൽ കന്യാകുമാരി മുതൽ അങ്ങ് ബംഗാൾ വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയപ്പെടുന്നത്. പ്രധാനമായിട്ടും പറയപ്പെടുന്നത് ഹിമാലയൻ റിവേഴ്സ്. ഇന്ത്യൻ നദികളിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന നദികൾ പ്രധാനമായിട്ടും ഹിമാലയൻ നദികൾ തന്നെയായിരിക്കും. ഹിമാലയൻ നദികൾ പ്രധാനമായും ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ എന്നാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളും പിന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നദികളും പ്രധാനമായിട്ടും എന്താണ് ഹിമാലയൻ നദികൾ ആയിരിക്കും. അതേപോലെ തന്നെ ഉപദ്വീപീയ നദികൾ അഥവാ പെനിസുല റിവേഴ്സ് ഇത്തരത്തിൽ മറ്റൊരു രാജ്യങ്ങളുമായിട്ടോ അതിർത്തി പങ്കിടുന്നോ അല്ലെങ്കിൽ അവയുടെ കയറി ഒഴുകുന്ന രീതികളൊന്നും കാണുന്നില്ല. പ്രധാനമായിട്ടും ഹിമാലയത്തിലെ മഞ്ഞുരുകി വരുന്നതുകൊണ്ടാണ് ഹിമാലയൻ നദിയിലെ പ്രധാനമായും വെള്ളത്തിന്റെ അളവ് കൂടുതൽ കാണുന്നതും അതേപോലെ തന്നെ വർഷം മുഴുവൻ നമുക്ക് ജല ലഭ്യത ഉറപ്പുവരുത്തുന്ന നദികൾ പ്രധാനമായിട്ടും ഹിമാലയൻ നദികളായിരിക്കും. ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ എന്നിവ ഹിമാലയൻ നദികളും മഹാനദി, ഗോദാവരി, കൃഷ്ണ, ലൂണി, കാവേരി മുതലായ നദികളാണ് പ്രധാനമായും പറയുന്ന പെനിസുല റിവേഴ്സുകൾ അഥവാ ഉപദ്വീപീയ നദികൾ എന്ന് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഹിമാലയൻ നദികളുടെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷം മുഴുവൻ ജലലഭ്യതയായിരിക്കും. മഞ്ഞുരുകി വരുന്നതുകൊണ്ടും അതേപോലെ തന്നെ കൂടുതൽ സമതല പ്രദേശങ്ങൾ നിർമ്മിക്കുന്ന നദികളും ഹിമാലയൻ നദികൾ തന്നെയായിരിക്കും. അതായത് ഉപദ്വീപിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സമതല പ്രദേശങ്ങളും ഇന്ത്യയുടെ ധാന്യകരപാത എന്നറിയപ്പെടുന്ന പഞ്ചാബ്, അതേപോലെ സിന്ധു ഗംഗ സമതലങ്ങൾ എന്നീ തരത്തിലുള്ള സമതലങ്ങൾ കൂടുതലും കാണപ്പെടുന്നവരായിരിക്കും നമ്മുടെ ഹിമാലയൻ റേഞ്ചിലായിരിക്കും അല്ലെങ്കിൽ ഹിമാലയൻ നദി ഇന്ത്യൻ ഉപദ്വീപിൽ അല്ലായിരിക്കും ഓപ്പോസിറ്റ് സ്ഥലത്തിൽ. അതേപോലെ ഡെൽറ്റ പ്രദേശങ്ങളും അതേപോലെ ധാതു സമ്പുഷ്ടമായിട്ട് പ്രദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഉപദ്വീപായിരിക്കും. ഈ രണ്ട് വ്യത്യാസങ്ങളാണ് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും ഭൂമിശാസ്ത്രപരമായി ചെലുത്തുന്ന രണ്ട് സവിശേഷതകൾ എന്ന് പറയപ്പെടുന്നത്. വർഷം മുഴുവൻ വെള്ളം ഉണ്ടായിരിക്കും, മഴയെ ആശ്രയിച്ചല്ലായിരിക്കും ഇവിടെ പ്രധാനമായിട്ടും ജലലഭ്യത ഉറപ്പുവരുന്നത്. അതേപോലെ തന്നെ ഇറോഷൻ എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അപരദന തീവ്രത, അതായത് മലയിടുക്കുകളെയും മലകളെയും പർവ്വതങ്ങളെയും ചൂഴ്ന്നു മാറിക്കൊണ്ട് ഒഴുകാനുള്ള കഴിവുകളും എന്തുണ്ടായിരിക്കും ഹിമാലയൻ നദികൾക്കുണ്ടായിരിക്കും. അതെന്ത് വെച്ചാൽ കൂടുതൽ വെള്ളത്തെ വഹിക്കാനുള്ള ശേഷിയുള്ളിടത്തോളം കാലം അവ പുതിയ പുതിയ തീരങ്ങളും അതേപോലെ തന്നെ സമതലങ്ങളും അതേപോലെ തന്നെ ഒഴുകുന്ന രീതികൾ കൃത്യമായി സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് ഹിമാലയൻ നദികളും. ഉപദ്വീപീയ നദികൾ എന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു കാര്യമില്ല. കാരണം എന്താണ്, അവ മഴയെ ആശ്രയിച്ച് മാത്രമായിരിക്കാം ഒഴുകുന്നത്. അതേപോലെ നമ്മുടെ മൺസൂണ്, ഇടവപ്പാതി, തുലാവർഷം എന്നീ മഴകളാണ് അല്ലെങ്കിൽ കാറ്റിനെ ആശ്രയിച്ചും കാർമേഘങ്ങളെ ആശ്രയിച്ചുമായിരിക്കും ഇവിടെ കൂടുതലും ജലത്തിന്റെ ലഭ്യത ഉറപ്പുവരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ധാന്യങ്ങളും കൃഷികളും ഇന്ത്യയുടെ വ്യവസായങ്ങളും അതേപോലെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും മുകളിൽ വരാൻ കാരണം എന്താണ്, ഈ മഞ്ഞിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഹിമത്തെ ആശ്രയിച്ച് ജലലഭ്യത ഉറപ്പുവരുത്താനാണ് ഇവിടെ വേറൊരു കൾച്ചറും മഴയെ ആശ്രയിച്ച് വരുന്നതുകൊണ്ടാണ് നമ്മുടെ ഉപദ്വീപിൽ മറ്റൊരു കൾച്ചറും ഉടലെടുക്കാനുണ്ടായ കാരണം. അതേസമയം ഈ രണ്ട് നദികളിലെ ചില നദികൾ മാത്രമേ നമ്മുടെ നോർത്ത് ഈസ്റ്റ് പോർഷനിലോട്ട് പോകുന്നുള്ളൂ. നോർത്ത് ഈസ്റ്റ് പോർഷനിൽ ഇത്തരം നദികൾ അവയുടെ ഇത് ഉറപ്പുവരുത്തുന്നില്ല. നന്ദി, നമസ്കാരം. പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഹിമാലയ റിവേഴ്സിനെ ഓർത്ത് വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഡാണ് ബിഗ് എന്ന് വെച്ചാൽ ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ. ഇൻഡസ് എന്ന് പറയുന്നത് യൂറോപ്യൻസ് സിന്ധു നദീനെ വിളിച്ചിരുന്ന പേരാണ് ഇൻഡസ് എന്നുള്ളത്. ആ ഒരു പേരിൽ നിന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം എന്നൊരു പേരും ഉടലെടുത്തത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ബിഗ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ. അതിലെ
ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന്റെ ഡയറക്ഷൻ ആണ് പറയുന്നത്. വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക് ഈ രണ്ട് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ദിക്കിലേക്കായിരിക്കും പ്രധാനമായിട്ട് എന്തൊഴുകുന്നത്, ഹിമാലയൻ റിവേഴ്സ് ഒഴുകുന്നത്. അതിന് ദിഗ് എന്നുള്ള കോഡിലെ ബിയും ജിയും എങ്ങാട്ടാണ്, കിഴക്കോട്ടൊഴുകുന്ന നദികളായിരിക്കും. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയും ഗംഗയും കിഴക്കോട്ടൊഴുകുകയും ഇൻഡസ്, സിന്ധു എന്ന് പറയപ്പെടുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ്. പടിഞ്ഞാറ് ഒഴുകുകയും കണ്ടുവരുന്നത് പാകിസ്ഥാനിലൂടെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, അത് നമ്മുടെ അറബിക്കടലിൽ പതിക്കുന്നത്. പ്രധാനമായിട്ട് ഈ ഇന്ത്യയുടെ ഉപദ്വീപില് 3 കടലാണ് ഉള്ളത്. ഒന്ന് ഈ ഒരു ബംഗാളിന്റെ സൈഡിലാണ്, നിങ്ങൾ എന്ത് പറയുന്നത്, ബംഗാളിന്റെ സൈഡാണ് ബംഗാൾ ഉൾക്കടലും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ തീരത്തിൽ ഗുജറാത്ത്, ഗോവ തീരങ്ങളിൽ നോക്കുന്നത് കാണുമ്പോൾ എന്താണ്, നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അറബ് കൺട്രീസ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ അറബ് രാജ്യങ്ങൾ ഉണ്ടാവുന്നത്. അറബ് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ പോർഷനിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അറബിക്കടലും ഓപ്പോസിറ്റ് ബംഗാളിന്റെ സ്ഥാനത്ത് ബംഗാൾ ഉൾക്കടലും ഇവ തമ്മിൽ കൂടിച്ചേർന്ന് ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ അഥവാ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ 3 കടലുകളാണ്, ബംഗാൾ ഉൾക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം, അതേപോലെ തന്നെ അറബിക്കടല്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ ഹിമാലയൻ നദി ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും, അത് ഇൻഡസ് ആയിരിക്കും. ഇൻഡസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും ഒഴുകുന്നത്. അതേപോലെ തന്നെ ഗംഗയും ബ്രഹ്മപുത്രയും എന്താണ്, അവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദികളിൽ വലുത് ഏതെന്ന് ചോദിച്ചാൽ ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് ഇത് വരുന്നത്, ഇൻഡസ് അഥവാ സിന്ധു വരുന്നത്. മനസ്സിലായല്ലോ, യൂറോപ്യൻസിന്റെ ഒരു ശൈലിയിൽ നിന്നാണ് ഇൻഡസ് എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയപ്പെടുന്നത് എന്താണ്, ഈ ഒരു ശൈലിയുടെ തുടക്കത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹിമാലയൻ നദികൾക്ക് നീളം കൂടുതലായിരിക്കും, കൂടുതൽ ദൂരം ഒഴുകുന്ന നദികളായിരിക്കും ഹിമാലയൻ നദികൾ. എന്നാൽ അതേപോലെ തന്നെയല്ല പെനിസുലാർ റിവേഴ്സ് എന്ന് പറയപ്പെടുന്നത് എന്താണ്, പെനിസുലാർ റിവേഴ്സ് തീർത്തും നീളം കുറവായിരിക്കും. ഹിമാലയൻ നദികളെ അപേക്ഷിച്ച് നീളം കുറവുള്ള നദികളായിരിക്കും എന്ത്, പെനിസുലാർ റിവേഴ്സ്. ഇവ മഴ എന്നൊരു കാര്യത്തെ മാത്രം ആശ്രയിച്ചൊഴുകുന്നതിനാൽ എന്താണ്, കൂടുതൽ വൃഷ്ടി പ്രദേശങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ്. ഹിമാലയൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വൃഷ്ടി പ്രദേശങ്ങൾ സൃഷ്ടിക്കുന്നു, സമതലങ്ങൾ സൃഷ്ടിക്കുന്നു, കൃഷിഭൂമിക്ക് അനുയോജ്യത കൂടുതൽ എക്കൽ മണ്ണിനെ വഹിച്ചു കൊണ്ടുവരുന്നതും ആരായിരിക്കും, ഹിമാലയൻ നദികളാണ്. ധാതു സമ്പുഷ്ടമായിട്ടുള്ള മണലുകളായിരിക്കും അല്ലെ മണ്ണുകളായിരിക്കും ഇവ. അവിടാണ് പരുത്തി കൃഷി, ഗോതമ്പ് കൃഷി, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ധാന്യങ്ങളുടെയും കലവറ എന്ന് പറയപ്പെടുന്ന പഞ്ചാബും അതിനോടടുത്തുള്ള പ്രദേശങ്ങളുമായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളത്തെ വഹിക്കുന്നു, ഏറ്റവും കൂടുതൽ സമതലങ്ങൾ സൃഷ്ടിക്കുന്നു, ഏറ്റവും കൂടുതൽ സമതലങ്ങൾ സൃഷ്ടിക്കുന്ന പ്രദേശങ്ങൾ ഈ പറയുന്ന പോലെ ഇതാണ് വിന്ധ്യ സാത്പുര നിലകളാണ്. അതെങ്കിൽ ഇവിടെ നമ്മുടെ ഗുജറാത്ത് തീരങ്ങളിൽ രാജസ്ഥാന്റെ പോഷനിൽ ഉത്ഭവിക്കുന്ന വിന്ധ്യ സാത്പുര റേഞ്ചുകളായിരിക്കും ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ മഴയെ ആശ്രയിക്കുന്നതിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും, ഈസ്റ്റേൺ ഗാഡ്സും വെസ്റ്റേൺ ഗാഡ്സുമാണ് ഇത്തരത്തിൽ മഴ അല്ലെങ്കിൽ മൺസൂൺ കാർമേഘങ്ങളെ തടഞ്ഞു നിർത്തി കേരളത്തിലും മഴ പെയ്യിക്കുന്നത്. കേരളത്തിലല്ല, നമ്മുടെ ഉപദ്വീപിൽ ഏറ്റവും കൂടുതൽ മഴയെ ആശ്രയിക്കുന്ന ഈ 2 കാറ്റിൽ നിന്ന്, അതായത് ഈ പോർഷൻ നമ്മുടെ ആഫ്രിക്കൻ പോർഷനിൽ നിന്ന് വരുന്ന കാർമേഘങ്ങളെ തടഞ്ഞു നിർത്തുന്ന ആരായിരിക്കും, തടഞ്ഞിരുന്നത് പ്രധാനമായും പശ്ചിമഘട്ട മലനിര. പശ്ചിമഘട്ട മലനിരകൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നീലഗിരിയിൽ അവസാനിക്കുന്നത്. അതായത് നമ്മുടെ തമിഴ്നാടിന്റെയും തമിഴ്നാടിന്റെ പോർഷനിലാണ് ഇതന്നെ നമ്മുടെ പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും തമ്മിൽ ജോയിന്റ് ആകുന്നതാണ് നീലഗിരി, ഊട്ടി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കേരളം ഉള്ളത്. അതുകൊണ്ടാണ് ഈ ആഫ്രിക്കൻ തീരത്തു നിന്ന് വരുന്ന കാർമേഘങ്ങൾ എന്താണ് വേറെ അങ്ങ് ഗത്യന്തരമില്ലാതെ നീട്ടിയടിച്ചെങ്കിൽ വരും. പക്ഷെ എന്താണ് പശ്ചിമഘട്ടത്തിലാണ് തടഞ്ഞു നിർത്തും, നമുക്ക് മഴക്കാലം തരുന്നു. അപ്പോൾ നമ്മുടെ ഈ മലയുടെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ സമ്പുഷ്ടമായ ഒരു സംസ്കാരം കേരളത്തിലുണ്ടാകും. ഓപ്പോസിറ്റ് ആയാലും വെള്ളമില്ല, പകരം എന്താണ് വേറൊരു കൾച്ചർ തമിഴ്നാടിനും ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു വരൾച്ച അല്ലെങ്കിൽ വെള്ളം കുറവുള്ള ഇതൊക്കെ 330ഓളം സെന്റിമീറ്റർ മഴ ഒരു വർഷം തരുന്നത് എന്താണ്, ഈ ഒരു പശ്ചിമഘട്ട മലനിരകളായിരിക്കും. അപ്പം ആ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് കേരളത്തിൽ 44 നദികൾ. ആ ഒരു രീതി തന്നെയാണ് നമ്മുടെ ഉപദ്വീപീയ നദികളുടെ കാര്യത്തിൽ നമ്മൾ ഓർത്തു വെക്കണം. കാരണം മഴയും ഈ 2-3 മലകളെയും ആശ്രയിച്ചാണ് ഇവിടെ മഴ പെയ്യുന്നത്. പക്ഷേ ഈ 2-3 മലനിരകളില്ലായെങ്കിൽ കേരളത്തിന് അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ നദികളുടെ കാര്യത്തിൽ നമുക്ക് കാര്യമായിട്ടൊന്നും പറയേണ്ടത്. പക്ഷേ ഇവിടെ നിന്ന് പറയപ്പെടുന്നത് വർഷം മൊത്തം എന്താണ് മഞ്ഞുരുകി കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യപ്പെടുകയാണ്, വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും 3 നദികളാണുള്ളത്. സംസ്ഥാനങ്ങൾ ഓർത്ത് വെക്കുക, ഈ ബിഗ് എന്നുള്ള കോഡ് ഓർത്ത് വെക്കുക. ഈ കോഡിലൂടെ
3 ഡയറക്ഷനിലോട്ട് വെള്ളം ഒഴുകുന്നതിന്റെ ദിശകൾ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ പെനിസുലാർ റിവേഴ്സ് ആയിരിക്കും എണ്ണത്തിൽ കൂടുതലുള്ള. ഇവിടെ സിന്ധുവിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന പോഷക നദികളും ഈ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളായിരിക്കും മറ്റ് രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിട്ട് അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നത്. പക്ഷേ പെനിസുലാർ റിവേഴ്സിന് ആ ഒരു കേസസ് ഇല്ല. പിന്നെ എന്താണ്, ഇവ കടലിൽ കൃത്യമായിട്ട് കടലിൽ പതിക്കുന്ന നദികളായിരിക്കും. അതേപോലെ തന്നെ ഹിമാലയൻ റിവേഴ്സിന് അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി ഇൻഡസ്. അതേപോലെ തന്നെ ബംഗാൾ കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി ഗംഗയുമായിരിക്കും എന്ന കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ നദികളുടെ പേര് അവയുടെ ഉത്ഭവ സ്ഥാനങ്ങളും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യും. ഓക്കെ, താങ്ക് യു.